കർത്താവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കടന്നു വന്നിരുന്ന ദൈവജനത്തിൽ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച ഒരു വേദഭാഗം ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യമാണ് ഇന്ന് പകലിൽ ദൈവജന ശുശ്രൂഷയ്ക്ക് ആധാരമായി എടുക്കുന്ന വേദഭാഗം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഒന്നുകൂടെ വായിച്ചാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചാണ് ഇന്ന് പകലിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ക്രിസ്തുവിന്റെ ക്രൂശ് നാം വായിച്ച വേദഭാഗത്തിൽ അതിന്റെ 1-ാമത്തെ പദം കിടപ്പുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് നാം വായിച്ച വേദഭാഗം. ആ വേദഭാഗത്തിൽ പ്രാരംഭ പദത്തിൽ പറയുന്ന ഒരു പദം, അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഒന്ന്, ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പ്രത്യേകത അത് സമാധാനത്തിന്റെ മാർഗമാണ്. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വായിച്ച പദത്തിനകത്തും അത് തന്നെയാണ് നാം വായിക്കുന്നത്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അതിന്റെ അർത്ഥം അവൻ ക്രിസ്തു ക്രൂശിൽ ചൊരിയുന്നതിന് മുമ്പ് വരെയും സമാധാനമില്ലായിരുന്നു. എന്നാൽ ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ദൈവിക സമാധാനം അവിടെ വെളിപ്പെട്ടു വരികയാണ്. ഇന്ന് പകൽക്കാലം ക്രൂശ് സ്തോത്രം സമാധാനത്തിന്റെ അടയാളമാണ്. അത് സമാധാനത്തിന്റെ മാർഗമാണ്. അത് ബഹളമുണ്ടാക്കുന്ന മാർഗമല്ല, അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മാർഗമല്ല, മറിച്ച് സമാധാനത്തിന്റെ മാർഗമാണ് ക്രൂശ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ നമ്മുടെ മേൽ സമാധാനം ഉണ്ടാക്കി തന്നു. കണ്ടോ അവിടെ പറയുന്ന അപ്പം ഹല്ലേലൂയ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കിയെന്ന. അപ്പൊ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ്, ഇല്ലാത്ത സമാധാനത്തെ കർത്താവ് നിനക്ക് വേണ്ടി ഉണ്ടാക്കി തരികയാണ്. അപ്പൊ ക്രൂശ് സ്തോത്രം സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന ഇടമല്ല. ക്രൂശ് നിന്റെ ജീവിതത്തിനകത്ത് സമാധാനത്തെ നൽകുന്നതാണ്. അപ്പൊ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ദൈവം തന്റെ സമാധാനം അയക്കുകയാണ്. അപ്പൊ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് ക്രിസ്തു തന്റെ സമാധാനം സ്തോത്രം ഈ ഭൂമിയിലേക്ക് കൈമാറി. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വന്ന് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. എന്താണ്? അവർ ആശയക്കുഴപ്പത്തിലാണ്, അവരുടെ ഹൃദയം ഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആമേൻ. അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ഹൃദയം ഭാരം കൊണ്ട് നിരാശകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിനകത്തെ നിരാശകളെ പുറത്താക്കിക്കൊണ്ട്, ഭാരങ്ങളെ പുറത്താക്കിക്കൊണ്ട് ഒരുവൻ പറയുക, നിങ്ങൾക്ക് സമാധാനം. സമാധാനം വെളിപ്പെടുത്തുന്നിടത്ത് അവൻ ഭാരത്തിനിരിക്കാൻ കഴിയത്തില്ല. സമാധാനം വെളിപ്പെടുന്നിടത്ത് നിരാശയ്ക്ക് ഇരിക്കാൻ കഴിയത്തില്ല. സമാധാനം വെളിപ്പെടുന്നിടത്ത് അന്ധകാര ശക്തികൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ സമാധാനം ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം ഉണ്ടാക്കിയ സമാധാനം നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴട്ടെ. അവന്റെ സമാധാനം നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴട്ടെ. യേശു സ്വർഗാരോഹണത്തിന് ശേഷം അവൻ ശിഷ്യന്മാരോട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ പ്രധാനപ്പെട്ട പദങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. യേശു താൻ ജീവിച്ച
ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വാസസ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി. അവിടുന്ന് വീണ്ടും താഴേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം, യേശു കർത്താവ് പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. അവൻ എന്റെ സമാധാനം, എന്റെ സമാധാനത്താൽ ഞാൻ നിങ്ങളെ നിറയ്ക്കുകയാണ്. അവിടെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു സമാധാനം. നിങ്ങൾ ഭാരപ്പെടരുത്. ആ സമാധാനം എന്തിനു വേണ്ടിയുള്ളതാണ്? നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ ചിതറിപ്പോകരുത്, നിങ്ങൾ തകർന്നു പോകരുത്, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത്. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തന്നേച്ചു പോകുക. പക്ഷെ അവൻ അവിടെ ക്രിസ്തു തന്റെ സമാധാനം ശിഷ്യന്മാർക്ക് മാത്രം കൊടുക്കുമ്പോൾ അവൻ മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി തീർക്കപ്പെട്ട നസ്രയനായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ തന്റെ രക്തം കൊണ്ട് ശിഷ്യന്മാർക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനായി തന്റെ സമാധാനത്തെ കൊടുക്കുകയാണ്. അതുകൊണ്ട് ക്രൂശിന്റെ മാർഗം എന്ന് പറയുന്നത്, ക്രൂശ് എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മാർഗമാണ്. അത് പ്രശ്നമുണ്ടാക്കുന്ന മാർഗമല്ല, അത് അവൻ ഭയപ്പെട്ടിരിക്കേണ്ട മാർഗമല്ല, അത് നിരാശപ്പെട്ടിരിക്കേണ്ട മാർഗമല്ല. നിരാശകളെ പുറത്താക്കുന്ന, ഭയങ്ങളെ പുറത്താക്കുന്ന സമാധാനത്തിന്റെ മാർഗമാണ് ക്രൂശ് എന്ന് പറയുന്നത്. അപ്പൊ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കിയത്. ക്രൂശിലാണ് സമാധാനം ഉണ്ടാക്കിയത്. ആമേൻ, ഹല്ലേലൂയ. ക്രൂശിൽ സമാധാനം ഉണ്ടാക്കാനുള്ള കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ. അവൻ ശത്രുവിന്റെ തലയെ തകർത്തുകൊണ്ട് അവൻ തന്റെ അവസാനത്തുള്ള രക്തവും മാനവകുലത്തിന് വേണ്ടി ഒഴുക്കിയത് കൊണ്ടാണ് അവൻ ആ രക്തത്തിന്റെ ശക്തി, അവൻ സ്തോത്രം, അവിടെ അവൻ വെളിപ്പെടുകയും അത് മുഖാന്തരം സമാധാനം വെളിപ്പെടുവാൻ ഇടയായത്. അപ്പം ഒന്ന്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം സമാധാനത്തിന്റെ മാർഗമാണ്. ആ സമാധാനത്തെ തകർത്തു കളവാൻ ശത്രുവിന് സാധ്യമല്ല. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, അവൻ സ്തോത്രം, 20-ാമത്തെ വാക്യം, ഹല്ലേലൂയ, അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും. അവൻ ക്രൂശിൽ ചൊരിഞ്ഞോ സർവ്വസമ്പൂർണതയും വസിപ്പാൻ. 2, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. 3, അവൻ മുഖാന്തരം സമാധാനമുണ്ട്. ഇങ്ങനെ ഓരോ പദങ്ങളും എടുത്തു പറഞ്ഞു പോയാൽ അവൻ സ്തോത്രം, അവൻ ഹല്ലേലൂയ, എല്ലാ ഭാഗത്തേക്കും പോകുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒറ്റ പദത്തിൽ തന്നെയാണ് ഇന്ന് പകൽ നിൽക്കുന്നത്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അവൻ ദൈവത്തിൽ നിന്നും മാത്രമേ സമാധാനം വരികയുള്ളൂ. പിശാച് വരുന്ന എന്തിനാണ്? അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവൻ അതിനാണ് പിശാച് വരുന്നത്, സമാധാനത്തെ എടുത്തു കളവാൻ, സമാധാനത്തെ നശിപ്പിക്കുവാൻ. ഹല്ലേലൂയ, അവൻ ഭയപ്പാടുകളെ ഹൃദയത്തിനകത്ത് നൽകുവാൻ. ഇതിനാണ് ശത്രു കടന്നു വരുന്നത്. എന്നാൽ സമാധാനം ക്രിസ്തുവിൽ നിന്നും വരുന്നതാണ്. അത് സ്വർഗത്തിൽ നിന്നും വെളിപ്പെട്ട് വരുന്നതാണ് സമാധാനം എന്ന് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വേദഭാഗം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒന്നാമത്തെ ക്രൂശിന്റെ, അവൻ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഒന്നാമത്തെ അടയാളം അത് സമാധാനത്തിന്റെ മാർഗമാണ്. 2, അത് കഷ്ടതയുടെ മാർഗമാണ്. അതാണ് നാം വായിച്ച വേദഭാഗം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പം ഇത് കഷ്ടതയുടെ മാർഗമാണ്. ഇത് അവൻ സ്തോത്രം സുഖിച്ച് ജീവിക്കാനുള്ള മാർഗമല്ല, ഇത് കഷ്ടതയുടെ മാർഗമാണ്. കഷ്ടത മാത്രമുള്ള മാർഗമല്ല, ഇത് സന്തോഷത്തിന്റെ മാർഗം കൂടിയാണ്. അപ്പൊ ഇവിടെ പറയുന്ന പദം ഹല്ലേലൂയ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ എന്റെ പുറകെ വരുവാൻ ഒരുവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കൽപ്പനകൾ അനുസരിക്കുവാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അനുഗമിപ്പാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം. എന്ന് പറഞ്ഞാൽ അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ഇഷ്ടങ്ങളും അവന്റെ താല്പര്യങ്ങളും തന്നെത്താൻ അവൻ വേണ്ടെന്ന് വെക്കണം. അവൻ തന്നെത്താൻ നിഷേധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ക്രൂശ് എടുക്കുവാനായി സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ അവൻ സ്തോത്രം സാധിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ധൃതി കൂട്ടുന്നത് കൊണ്ടാണ് പലപ്പോഴും ക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കുവാനായി നമുക്ക് സാധിക്കാത്തത്.
ക്രിസ്തുവിന് ക്രൂശിന് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും ഇന്ന് പകൽ ആത്മാവിന്റെ അഭിഷേകത്താൽ ഇടിച്ചു കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ സമാധാനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ക്രിസ്തുവിന്റെ ക്രൂശ് കഷ്ടതയുടെ മാത്രം മാർഗമല്ല, അത് സന്തോഷത്തിന്റെ മാർഗമാണ്. അവൻ അനേകരിലേക്ക് സന്തോഷത്തെ പകരുന്ന മാർഗമാണ്. ക്രൂശിൽ കഷ്ടത മാത്രമല്ല, സന്തോഷവുമുണ്ട്. ക്രൂശിൽ സന്തോഷം മാത്രമല്ല, കഷ്ടതയുമുണ്ട്. അവൻ സന്തോഷം മാത്രമുള്ളത് അവൻ ക്രൂശല്ല, കഷ്ടത മാത്രമുള്ളതും ക്രൂശല്ല. അവൻ സ്തോത്രം, ക്രൂശിൽ കഷ്ടതയും സന്തോഷവുമുണ്ട്. എന്താണ് കഷ്ടത? അവൻ ക്രൂശിലെ കഷ്ടത എന്ന് പറയുന്നത് പുത്രനാം ക്രിസ്തു ഹല്ലേലൂയ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളാൽ തകർക്കപ്പെട്ടതാണ് കഷ്ടത എന്ന് പറയുന്നത്. എന്താണ് ക്രൂശിനകത്തെ സന്തോഷം? ക്രൂശിനകത്തെ സന്തോഷം എന്ന് പറയുന്നത് അവൻ എന്നും അവൻ ക്രൂശിതനായിട്ടില്ല, എന്നും അവൻ ക്രൂശിൽ കടന്നില്ല. ഒരു നാൾ അവന്റെ മേൽ പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു. കല്ലറകളെ ഭേദിച്ച് അവൻ കാവൽക്കൂട്ടത്തെ ലജ്ജിതരാക്കിക്കൊണ്ട് റോമൻ ഇമ്പീരിയൽ മുദ്രകളെ ഭേദിച്ചുകൊണ്ട് ദൈവം തന്റെ ശക്തിയെ അവിടെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പിശാചിന്റെ തലയെ തകർത്തുകൊണ്ടുള്ള അസാധാരണമായ ജയം. അതാണ് ക്രൂശിലെ സന്തോഷം എന്ന് പറയുന്നത്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അതാ ഞാൻ പറഞ്ഞത്, ക്രൂശിൽ കഷ്ടത മാത്രമല്ല ഉള്ളത്, ക്രൂശിൽ സന്തോഷം മാത്രമല്ല ഉള്ളത്. കഷ്ടതയുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകും. ഇതാണ് ക്രൂശിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ നാം ക്രിസ്തു ശിഷ്യന്മാരാകുന്നത്. ചിലർ പറയാറുണ്ട് ക്രൂശ് ചുമന്നതിന് ശേഷം കഷ്ടതയില്ലെന്ന്. അത് യേശുവിന്റെ ക്രൂശ് അല്ല. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട് ക്രൂശ് ചുമന്നതിന് ശേഷം കഷ്ടത മാത്രമേ ഉള്ളെന്ന്. അത് യേശുവിന്റെ ക്രൂശ് അല്ല. യേശുവിന്റെ ക്രൂശിൽ കഷ്ടത മാത്രമല്ല ഉള്ളത്, യേശുവിന്റെ ക്രൂശിൽ സന്തോഷം മാത്രമല്ല ഉള്ളത്, കഷ്ടതയുണ്ട്, സന്തോഷവുമുണ്ട്. ക്രൂശിൽ കഷ്ടതയുണ്ടെങ്കിൽ ഉറപ്പാണ് അതിലപ്പുറമായി ഹല്ലേലൂയ അവൻ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവത്തിന്റെ സന്തോഷം അവിടെ വെളിപ്പെടുവാനിടയായിട്ടില്ല. അപ്പൊ അവൻ സ്തോത്രം, ഒന്ന് സമാധാനത്തിന്റെ മാർഗമാണിത്. രണ്ട് കഷ്ടതയുടെ മാർഗമാണിത്. എന്താണ് കഷ്ടതയുടെ മാർഗം? ഒരുവൻ ദൈവത്തെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, ഒരുവൻ ദൈവത്തിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കാൻ നിശ്ചയിച്ചാൽ, ഒരുവൻ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ, ഒരുവൻ കർത്താവ് പറയുന്നത് കേൾപ്പാൻ ഇറങ്ങിത്തിരിച്ചാൽ, പിന്നീട് അവന്റെ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അവന്റെ ആഗ്രഹങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ മേൽ സഫലമായി തീരുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ നമ്മൾ ആ ക്രൂശ് എടുക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മാത്രം ഹല്ലേലൂയ ക്രൂശ് എടുക്കുന്ന പരിപാടി അത് ശരിയായിട്ടുള്ള നടപടിയല്ല. അത് ക്രിസ്തുവിന്റെ ക്രൂശിന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവൻ ആ ഒരു പ്രാധാന്യത ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിപ്പാൻ നാം തയ്യാറായിത്തീരണം. ക്രിസ്തുവിന്റെ ക്രൂശ് ചുമക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ, ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മളുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിച്ചത്, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ, എന്റെ പുറകെ വരുവാൻ ഒരുവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ആമേൻ ആമേൻ ഹല്ലേലൂയ, ഞാൻ പറയുന്ന കൽപ്പനകൾ അനുസരിക്കുവാൻ ഒരുവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടത് തന്നെത്താൻ നിഷേധിക്കണം. തന്റെ ആഗ്രഹങ്ങളെയും തന്റെ സ്വപ്നങ്ങളെയും പൂർണ്ണമായും ത്യജിച്ചു കളയണം. നാൾതോറും തന്റെ ക്രൂശ് എടുക്കണം എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല, കർത്താവിന്റെ വരവ് താമസം വരെ, അല്ലെങ്കിൽ മണ്ണിനോട് ചേരുന്നത് വരെ നാൾതോറും അവന്റെ ക്രൂശ് ചുമപ്പാൻ തയ്യാറായിരിക്കണം. ക്രൂശ് ചുമക്കുന്നവന് മാന്യതയുണ്ട് കേട്ടോ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു ക്രൂശ് ചുമന്നാൽ എന്താണ് കഷ്ടതയുണ്ടെന്ന് പറഞ്ഞു, ക്രൂശ് ചുമന്നാൽ എന്താണ് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. 3 ക്രൂശ് ചുമന്നാൽ എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ക്രൂശ് ചുമന്ന ഒരുവനുണ്ട്, കുറേനക്കാരനായ ശീമോൻ. ആമേൻ ഹല്ലേലൂയ. മനസ്സോടോ മനസ്സില്ലാതെയോ എന്നറിയില്ല, പക്ഷെ അവൻ ക്രൂശ് ചുമന്നു. അവൻ ക്രൂശ് ചുമന്നുകൊണ്ട് ഹല്ലേലൂയ നടക്കുകയാ. കാൽവറി വരെ, കാൽവറിയുടെ കൊലക്കളം വരെ ഹല്ലേലൂയ ക്രൂശ് ചുമന്നുകൊണ്ട് നടക്കുകയാ. ആമേൻ സ്തോത്രം. ശീമോനെ, നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. നീ ക്രൂശ് ചുമന്നെങ്കിൽ അതിന്റെ മാന്യത നിന്റെ തലമുറ അനുഭവിക്കുക. പൗലോസ് പറയുന്ന കാര്യമുണ്ട്, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അലക്സാണ്ടറിനെയും ലൂബോസിനെയും നിങ്ങൾക്കറിയാമോ? അവർ ക്രിസ്തുവിൽ പ്രസിദ്ധന്മാരല്ലയോ? അവരുടെ പിതാവാരായിരുന്നു ശീമോൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ക്രൂശ് ചുമന്നവൻ, വേദന
വേദനയുടെ ക്രൂശ് ചുമന്നവൻ, കഷ്ടതയുടെ ക്രൂശ് ചുമന്നവൻ, രക്തത്തിന്റെ ക്രൂശ് ചുമന്നവൻ, ഹല്ലേലൂയ, പരിഹാസത്തിന്റെ ക്രൂശ് ചുമന്നവൻ, നിന്ദയുടെ ക്രൂശ് ചുമന്നവൻ, വേദനയുടെ ക്രൂശ് ചുമന്നവൻ, ഇഞ്ചിഞ്ചായി കൊല്ലുന്ന സ്തോത്രം, ആ ഒരു വേദന അനുഭവിച്ച ആ ക്രൂശ് ചുമന്നവൻ, കണ്ണുനീരിന്റെയും വിലാപത്തിന്റെയും ക്രൂശ് ചുമന്നവൻ, ഹല്ലേലൂയ, അങ്ങനെ ക്രൂശ് ചുമന്നവൻ. പ്രിയ ശീമോനെ, നീ ക്രൂശ് ചുമന്നത് ഇതൊരു പാപമല്ല, ഇതൊരു ശാപമല്ല, മറിച്ച് നിന്റെ തലമുറകൾ ക്രിസ്തുവിൽ പ്രസിദ്ധന്മാരാകാൻ അവൻ ഇടയായിട്ടില്ല. ഒന്ന്, ക്രൂശ് ചുമന്നാൽ സ്തോത്രം കഷ്ടതയുണ്ട്. രണ്ട്, ക്രൂശ് ചുമന്നാൽ അതിനകത്ത് അസാധാരണമായ സന്തോഷമുണ്ട്. മൂന്ന്, ക്രൂശ് ചുമന്നാൽ നിന്റെ മേൽ ഒരു മാന്യത വ്യാപരിക്കപ്പെടും. അതുകൊണ്ട് മറന്നു പോകരുത്, മാന്യതയില്ലാത്ത കുറേനക്കാരനായ ശീമോനെയും മറ്റുള്ളവർ ക്രൂശ് ചുമക്കുമ്പോഴും കളിയാക്കാനുണ്ട്, മറ്റുള്ളവർ ക്രൂശ് ചുമക്കുമ്പോഴും അവൻ പരിഹസിക്കാനായിട്ടുണ്ട്. നിന്നെ മാത്രമേ കിട്ടിയുള്ളൂ, നീ മാത്രമേ ഉള്ളൂ ക്രൂശ് ചുമക്കുന്നതെന്ന് ചോദിക്കാനായിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ കളിയാക്കലുകളും വാക്കുകളും പരിഹാസങ്ങളും നിന്ദകളും ഒന്നും ഓർക്കാതെ ക്രൂശ് ചുമപ്പാൻ നീ തയ്യാറാണെങ്കിൽ ഉറപ്പാണ് അവൻ നിന്റെ മേൽ ദൈവാത്മാവിന്റെ പരിവർത്തനം വെളിപ്പെടും. നിശ്ചയമായിട്ടും നിന്റെ തലമുറകൾ ക്രിസ്തുവിൽ പ്രസിദ്ധന്മാരാകുവാൻ ഇടയായിട്ടില്ല. റോമലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം. റോമാലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടും. ഒന്ന്, ക്രിസ്തുവിന്റെ ക്രൂശ് സമാധാനത്തിന്റെ മാർഗം. രണ്ട്, ക്രിസ്തുവിന്റെ ക്രൂശ് കഷ്ടതയുടെ മാർഗം. മൂന്ന്, ക്രിസ്തുവിന്റെ ക്രൂശ് വീണ്ടെടുപ്പിന്റെ മാർഗം. ഹല്ലേലൂയ, വീണ്ടെടുപ്പിന്റെ മാർഗം. ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ക്രൂശ് വീണ്ടെടുപ്പിന്റെ മാർഗം. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെട്ടത്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം. ഹല്ലേലൂയ, ക്രൂശിലാണ് എന്നെയും നിങ്ങളെയും അവൻ വീണ്ടെടുത്തത്. പാപത്തിന്റെയും ശാപത്തിന്റെയും ചെളിക്കുഴിയിൽ ആണ്ടുപോയ എന്നെയും നിങ്ങളെയും അവൻ മഹാകാരുണ്യവാനായ ദൈവം അവൻ സ്തോത്രം ഹല്ലേലൂയ പാപച്ചെളിയിൽ നിന്നും ശാപത്തിൽ നിന്നും അവൻ കരകയറ്റിയെടുത്തത് അവൻ ഹല്ലേലൂയ അവൻ ഈ ക്രൂശിലൂടെയാണ്. അവൻ ഇതൊരു വീണ്ടെടുപ്പാണ്. വിശ്വസിക്കുന്ന ദൈവജനത്തിന് ഇതൊരു വീണ്ടെടുപ്പാണ്. ഇതൊരു വീണ്ടെടുപ്പിന്റെ മാർഗമാണ്. എവിടെ നിന്നുള്ള വീണ്ടെടുപ്പാണെന്നറിയാമോ? ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പിശാചിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പ്. അവിടെ നിന്ന് ആമേൻ സ്തോത്ര പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. ആമേൻ സ്തോത്രം. ഇങ്ങനെ ഉള്ള വീണ്ടെടുപ്പുകൾ ജീവിതത്തിൽ വെളിപ്പെടുന്ന മാർഗമാണ്. ആമേൻ ഹല്ലേലൂയ. ക്രൂശ് എന്ന് പറയുന്നത്, ക്രൂശിൽ പുത്രൻ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ അവൻ അവതരിക്കപ്പെടുമ്പോൾ, പ്രിയരെ ഹല്ലേലൂയ, അവതരിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് ആമേൻ സ്തോത്രം എല്ലാം തീർന്നു പോകാതെ അവിടെ കൊണ്ടൊരു വീണ്ടെടുപ്പ് വെളിപ്പെടുത്തുക. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പ് അവിടെ വെളിപ്പെടുക. അതേ ആമേൻ സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ. അതെ, അവൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ. പ്രവാചകൻ പ്രവചന ശബ്ദത്തിലൂടെ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ കന്യകയിലൂടെ ജനിക്കുമെന്ന്, അവന്റെ ശരീരത്തിലൂടെ വാൾ കയറിയിറങ്ങുമെന്നും, അവൻ ലോകരക്ഷിതാവാകുമെന്നും ഒക്കെ പറയുമ്പോഴും ആമേൻ ഹല്ലേലൂയ പ്രവാചകൻ പ്രവചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവൻ വീണ്ടും വരും. അതെ, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എന്തിനാണ് യേശു കർത്താവിന്റെ ആദ്യത്തെ വരവിങ്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ വീണ്ടെടുപ്പ്? ആ വീണ്ടെടുപ്പ് പാപത്തിൽ നിന്നും അവൻ ശാപത്തിൽ നിന്നും ഹല്ലേലൂയ അവൻ വേദനകളിൽ നിന്നും അവൻ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമുള്ള വീണ്ടെടുപ്പ്. രണ്ടാമതൊരു വീണ്ടെടുപ്പ് സംഭവിക്കും. എന്താണെന്നറിയാമോ? രണ്ടാമതൊരു വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിന്റെ പ്രത്യേകത, അവൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരുമെന്ന് പറയുന്നു. അപ്പോഴാണ് രണ്ടാമത്തെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത്. എന്താണ് രണ്ടാമത്തെ വീണ്ടെടുപ്പ്? ഈ ഭൂമിയിൽ നിന്നുള്ള ആമേൻ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പ്, ഈ ലോകത്തിൽ നിന്നുള്ള വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പ്, തന്നോട് കൂടെ വസിപ്പാൻ തന്റെ വിശുദ്ധന്മാരെ മണിയറയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പിനായി
ദൈവസഭ ഒരുങ്ങണം, ദൈവജനം ഒരുങ്ങണം. അതാണ് നമ്മുടെ വീണ്ടെടുപ്പ്, അതാണ് നമ്മുടെ വാഗ്ദത്തം, അതാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ പ്രത്യാശ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവജനം ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്ന്, ദൈവം നിന്നെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് വീണ്ടെടുത്തു. എന്നാൽ രണ്ടാമതൊരു വീണ്ടെടുപ്പ്, കാഹളത്തിന്റെ ശബ്ദത്തോടുകൂടി അവൻ ഇറങ്ങി വരുന്നത് ഈ ഭൂമിയിൽ നിന്ന്, ലോകത്തിൽ നിന്ന് നിനക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടാകുവാൻ അവൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഒരു വീണ്ടെടുപ്പ് നിനക്കുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചാട്ട് ഇത് വീണ്ടെടുപ്പുകാരന്റെ കരമാ. അവൻ ആ കരം നിങ്ങളുടെ മേൽ ചലിക്കപ്പെടട്ടെ, നിങ്ങളുടെ ഭവനങ്ങളുടെ മേൽ ചലിക്കപ്പെടട്ടെ. വീണ്ടെടുപ്പുകാരനുണ്ട്. അവൻ നിന്നെ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരന്റെ കരം, പാപത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. ഹല്ലേലൂയ. ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. അവൻ രോഗത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. ഹല്ലേലൂയ. കൽവറിയുടെ കൊലക്കളത്തിൽ അവസാനത്തുള്ളി രക്തം അവൻ നമുക്ക് വേണ്ടി നൽകിയത് നമ്മുടെ പാപങ്ങൾ മാത്രം മോചിക്കാനല്ല, അവൻ മരിച്ചതിനെ ജീവിപ്പിക്കാൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ മാത്രമല്ല, സാക്ഷാൽ അവൻ നമ്മുടെ സകല വേദനകളെ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ കയറിയത് എന്തിനാണെന്നറിയാമോ? അവന്റെ അടിയേറ്റ പിടലുകളാൽ നമ്മുടെ മേൽ സൗഖ്യം വെളിപ്പെടുത്താനാ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്, ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്, ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്, ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. പ്രവാചകൻ പറയുന്നു, കഷ്ടത്തിന്റെ അപ്പവും കണ്ണുനീരിന്റെ വെള്ളവും അവൻ കുടിപ്പാൻ തന്നാൽ എന്റെ ഉപദേഷ്ടാവും മറഞ്ഞിരിക്കുന്നില്ല. അവൻ ഒരു നാൾ എനിക്ക് വേണ്ടി വരും. അതെ ഭക്താ, നിന്നെ വിടുവിപ്പാൻ, അവൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, നിനക്കൊരു വിടുതൽ നൽകുവാൻ ഒരു വീണ്ടെടുപ്പുകാരൻ നിന്റെ ഭവനത്തിന്റെ മേൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ, അവൻ നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ മേൽ ഒരു വീണ്ടെടുപ്പുകാരൻ നിന്നെ വിടുവിപ്പാൻ ഇറങ്ങി വരികയാ. ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. ഇത് തള്ളിക്കളയുന്ന, ഭാവിയെ തള്ളിക്കളയുന്ന മാർഗമല്ല, ശപിക്കപ്പെട്ടവനെ വേണ്ടെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്ന മാർഗമല്ല, രോഗിയെ കഴിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന മാർഗമല്ല, മറിച്ച് രോഗിയെ സൗഖ്യമാക്കുന്ന മാർഗമാണ്. ഭാവിയുടെ പാപത്തിന്റെ കരകളെ കൈക്കളയുന്ന മാർഗമാണ്. ശപിക്കപ്പെട്ടവന്റെ ശാപത്തെ എടുത്തു കളഞ്ഞുകൊണ്ട് വീണ്ടെടുപ്പുകാരന്റെ രക്തം അവനെ സകല പാപത്തിൽ നിന്നും സകല പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കുന്നു. മറന്നു പോകരുത്, നിനക്കൊരു വീണ്ടെടുപ്പുണ്ട്. ഒരു വീണ്ടെടുപ്പ് ഈ ഭൂമിയിൽ നിനക്ക് സംഭവിച്ചു. രണ്ടാമതൊരു വീണ്ടെടുപ്പ്, ആമേൻ ആമേൻ, ആത്മാവോളനായി ക്രിസ്തു മധ്യാകാശത്തിൽ തന്റെ ദൂതന്മാരോടൊപ്പം കാഹളത്തിന്റെ ധ്വനിയോടുകൂടി ഇറങ്ങി വരുമ്പോൾ ഒരു വീണ്ടെടുപ്പ് നിന്റെ മേൽ സംഭവിക്കുന്നത്. ശ്രോണിക്ക ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ആമേൻ ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് കൂടെ രൂപാന്തരപ്പെടുകയും ചെയ്യും. ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് കൂടെ പോകണം. ഈ വീട് വിട്ട്, ഈ സ്ഥലം വിട്ട്, ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും വിട്ട് ലോകത്തോട് ബൈ പറഞ്ഞു പോകുന്ന ഒരു വീണ്ടെടുപ്പ് ഭക്തനെ കാത്തിരിപ്പുണ്ട്. നിന്റെ വീണ്ടെടുപ്പിന്റെ നാളിനായി ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കാത്തിരിക്കുക. പഴയ നിയമ ഭക്തൻ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ പുതിയ നിയമ ശുശ്രൂഷകന്മാരാക്കുവാൻ അവൻ നമുക്ക് പ്രാപ്തി തന്നതുകൊണ്ട്, പുതിയ നിയമത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിച്ചേർത്തതുകൊണ്ട്, കൃപയാൽ നമ്മെ വീണ്ടെടുത്ത മഹാസ്നേഹത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞേ മതിയാകും. അവിടെ കൊണ്ട് ഞാനത് നിർത്തുകയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കുവാൻ. ശ്രദ്ധിച്ചു കേൾക്കണം. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിപ്പാൻ. ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ കന്നിയാണ്
യോഹന്നാൻ എന്ന് പറയുന്നത്. യോഹന്നാൻ കൊണ്ട് ന്യായപ്രമാണം തീരുകയാണ്. പഴയ നിയമം യോഹന്നാൻ കൊണ്ട് അവസാനിക്കുന്നു. ഒരു പുതിയ നിയമത്തിനായി, ഒരു പുതിയ പ്രമാണത്തിനായി പുത്രനായി ക്രിസ്തു വെളിപ്പെടുകയാണ്. ഒരു പുതിയ നിയമം അവിടെ ഉണ്ടാക്കുകയും, ഒരു പഴയ നിയമം ഉള്ളത് കൊണ്ടാണ് ഒരു പുതിയ നിയമം ആവശ്യമായി വന്നിരിക്കുന്നത്. ഈ പുതിയ നിയമത്തിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് യേശു കർത്താവ് പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലിയപ്പോൾ ഇത് പുതിയ നിയമത്തിൽ നിന്നുള്ള എന്റെ രക്തം, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞതിന്റെ സാരം. അപ്പം ഇത് പുതിയ നിയമത്തിന്റെ രക്തമാണ്. പഴയ നിയമത്തിന്റെ രക്തം ഏതാണ്? പഴയ നിയമത്തിന്റെ രക്തം ആട്ടുകൊറ്റന്റെ രക്തം, കന്നുകാലികളുടെ രക്തം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നാൽക്കാലികളുടെ രക്തം. ഇതാണ് പഴയ നിയമത്തിന്റെ രക്തം എന്ന് പറയുന്നത്. ഈ രക്തം കൊണ്ട് ആർക്കും ശുദ്ധീകരണം ഉണ്ടായിട്ടില്ല. ഈ രക്തം കൊണ്ട് ആരുടെയും പാപങ്ങൾ മോചിച്ചിട്ടില്ല. ആമേൻ കുറുപ്രാവിന്റെയും കന്നുകാലികളുടെയും രക്തം, ഹല്ലേലൂയ, പശുക്കിടാങ്ങളുടെ രക്തം കൊണ്ട് യാതൊരു പരിഹാരവും പാപത്തിന് വരുത്താൻ കഴിയാത്തത് കൊണ്ടാണ് പാപമില്ലാത്ത ഉടുക്കിലത്തെ ആദമാകുന്ന ക്രിസ്തുവിലൂടെ ആദ്യത്തെ ആദാമിൽ നഷ്ടപ്പെട്ടത് മുഴുവനും തിരികെ പ്രാപിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ച് ന്യായപ്രമാണത്തിനകത്ത് ബന്ധിക്കപ്പെട്ടതിനെ പുത്രത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന്, അവൻ ക്രിസ്തുവിന്റെ ക്രൂശ് സമാധാനത്തിന്റെ മാർഗം മാത്രമല്ല, ക്രിസ്തുവിന്റെ ക്രൂശ് കഷ്ടതയുടെ മാർഗം മാത്രമല്ല, ഇത് വീണ്ടെടുപ്പിന്റെ മാർഗം മാത്രമല്ല. അടുത്ത പദം, ഇത് സ്വതന്ത്രനാക്കുന്ന മാർഗമാണ്. ഇത് നിനക്ക് സ്വാതന്ത്ര്യം വരുത്തി തരുന്ന മാർഗമാണ്. അതുകൊണ്ടാണ് തിരുവചനം പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രമാകും. അതെ, പുത്രനിലൂടെ മാത്രമേ നിങ്ങൾ സ്വതന്ത്രമാകത്തുള്ളൂ. ആ ദേഹം എന്ന തിരശീല നിങ്ങൾക്ക് വേണ്ടി കീറിയത് കൊണ്ട് മാത്രമേ നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെടത്തുള്ളൂ. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രമാക്കി കൃപയുടെ പ്രമാണത്തിനകത്തേക്ക് കൊണ്ടുപോയ ആ പുത്രത്വത്തിന്റെ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്, പിന്നെയോ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ. ഭീരുത്വത്തിന്റെ ആത്മാവ് അഴിയപ്പെട്ട് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് പ്രവേശിക്കട്ടെ. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവ് അഴിഞ്ഞു മാറി സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് ഭവനങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശിലൂടെയാണ് ദൈവജനത്തിന് ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായത്. കൃപയുടെ പ്രമാണത്തിലേക്ക് ദൈവജനം കടന്നു വന്നത്. അപ്പം ഇത് സ്വാതന്ത്ര്യത്തിന്റെ മാർഗമാണ്, നിന്നെ സ്വതന്ത്രമാക്കുന്ന മാർഗമാണ്. ഏത് പൂട്ടിട്ട് ശത്രു പൂട്ടിയാലും, ഏത് വ്യക്തികളെ കൊണ്ട് നിന്നെ ബന്ധിച്ചാലും, സ്തോത്രം, ഏത് വ്യക്തിയുടെ എത്ര പ്രബലനായ വ്യക്തിയെ കൊണ്ട് കെട്ടിയാലും, ഏത് കെട്ടിനെയും ഏത് ബന്ധനത്തെ അഴിക്കാൻ കഴിയുന്നത് നാം സേവിക്കുന്നത് ബന്ധിക്കപ്പെട്ടൊരു നാമമല്ല. നാം സേവിക്കുന്നത് സ്വതന്ത്രമാക്കപ്പെടുന്ന ഒരു നാമമാണ്. അവന്റെ പേര് യേശു ക്രിസ്തു എന്ന. അവനെ ബന്ധിക്കാൻ നോക്കിയിട്ട് ബന്ധിക്കാൻ കഴിയാതെ ഒരു കല്ലറ പരാജയപ്പെട്ടപ്പോൾ, ഒരു മുദ്ര പരാജയപ്പെട്ടപ്പോൾ, ഒരു കാവൽക്കൂട്ടം പരാജയപ്പെട്ടത് ഒരു തലമുറയെ ബന്ധനത്തിൽ കൊണ്ടുപോകാനല്ല, ഒരു തലമുറയെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകാൻ. ക്രിസ്തുവിലൂടെ ഒരു തലമുറ സ്വതന്ത്രമാക്കപ്പെടുന്നു. അവരിലൂടെ അടുത്ത ജനറേഷൻ സ്വതന്ത്രമാ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നത് ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. രോഗബന്ധനങ്ങളെ അഴിച്ച് നിന്റെ ശരീരത്തെ സ്വതന്ത്രമാക്കുന്ന ക്രിസ്തുവിന്റെ ക്രൂശാണ്. ശാപങ്ങളെ അഴിച്ച് നിന്റെ ഭവനത്തെ സ്വതന്ത്രമാക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് നിന്റെ മേൽ അവൻ ചില വിടുതലുകളെ അയക്കുന്നത്. അതെ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് അവൻ നിന്റെ മേൽ സ്വാതന്ത്ര്യത്തെ അയക്കുന്നത്. ഹല്ലേലൂയ. ദാസന്മാരെന്ന ഇതിൽ നിന്നും, ദാസന്മാരെന്ന പദവിയിൽ നിന്നും ദാസത്വത്തെ കളഞ്ഞ്, ഹല്ലേലൂയ, ബന്ധനത്തെ അടിച്ച പുത്രൻ എന്ന പദവിയിലേക്ക്, സ്വാതന്ത്ര്യം എന്ന പദവിയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത് മറന്നുപോകരുത്. കൃപയാൽ പ്രാപിച്ചതാ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കാൻ
പ്രാപ്തരാക്കി എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പ്രാപ്തി ഇല്ലാതിരുന്ന ഇടത്ത് അവൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് കൃപയാൽ ഞങ്ങളുടെ മേൽ പകർന്നതാ. ഇന്ന് പകലിൽ ക്രിസ്തുവിലുള്ള ആ സ്വാതന്ത്ര്യത്തെ ആത്മാവിൽ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ അകത്തളങ്ങളിൽ ചലിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ ബന്ധിച്ച, അവൻ പൈശാചിക തലങ്ങൾ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയപ്പെടട്ടെ. ഒരാത്മാവിന്റെ സ്വാതന്ത്ര്യം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരണം. ചില ഭവനങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുന്നു, ചില വ്യക്തി ജീവിതങ്ങൾ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്താൽ പിടിക്കപ്പെടുന്നവരിൽ വിശ്വസിച്ച് ദൈവജനം ഏറ്റെടുക്കുന്ന ദൈവജനത്തിന്റെ ഭവനങ്ങളുടെ മേൽ, അവൻ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം വ്യാപരിക്കുകയാണ്. അതെ, അവൻ സ്വാതന്ത്ര്യത്തിനായി നിങ്ങളെ വിടുവിച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞെടുത്ത പദത്തിലേക്ക് പോകാം. പഴയ നിയമത്തിലെ ഉദാഹരണം, ഫറവോന്റെ അടിമത്തത്തിൽ ബന്ധിക്കപ്പെട്ട ഒരു പറ്റം ജനം, ആ ജനത്തെ സ്വതന്ത്രമാക്കാനാണ് ആമേൻ, സ്തോത്രം, ആര് വന്നത്? മോശ വന്നത്. ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിന്റെ വരവിനോട് നിഴലാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിക്കുന്നതിനൊരു നിഴലാണ്. എന്താണ് നിഴല്? ആമേൻ, പാപത്തിലും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പാപത്തിലും രോഗത്തിലും ശാപത്തിലും കിടന്ന ജനത്തെ ആ മഹാബന്ധനത്തിൽ നിന്നും അഴിച്ചു മാറ്റി തന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ആ മഹാവ്യാധികളിൽ നിന്നും അവരെ അഴിച്ചു മാറ്റി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനാണ് ക്രിസ്തു വന്നത്. പഴയ നിയമത്തിൽ മോശ ഫറവോന്റെ അടിമത്തം പൊളിച്ച് ഒരു ജനത്തെ പുറത്തെടുത്ത് കനാനിൽ എത്തിക്കുന്നത് പോലെ ക്രിസ്തു ശപിക്കപ്പെട്ടവന്റെ രോഗിയുടെ അമ്മൻ കെട്ടുകളെ അഴിച്ച് അവനെ സ്വതന്ത്രമാക്കി താൻ ഇരിക്കുന്ന ഇടമായ ഇടത്ത് അവരെയും വസിപ്പാൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ കരം നമ്മൾ വിശ്വസിക്കുന്ന ദൈവജനത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യം. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തിൽ നിന്ന് മഴയും ഫലപുഷ്ടമുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനെ കുറിച്ചുള്ള സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യമാണ്. ഈ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്നും പിടികിട്ടത്തില്ല. പക്ഷേ ഈ 14-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോഴേ 17-ാമത്തെ വാക്യം എന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് 17-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ പിടികിട്ടത്തില്ല, വായിക്കാനായിട്ട് സമയവും എടുക്കുന്നില്ല, സമയമില്ല. 14-ാമത്തെ അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോഴാണ് ഇങ്ങനെ ഈ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം വരാനുള്ള കാരണം മനസ്സിലാക്കുന്നത്. ക്രൂശിനെ കുറിച്ചുള്ള അടുത്ത പദം, ഇത് രക്ഷയുടെ മാർഗമാണ്. ഹല്ലേലൂയ. ഇത് രക്ഷയുടെ മാർഗമാണ്. നിന്നെ തകർക്കുന്ന മാർഗമല്ല, നിന്നെ രോഗിയാക്കുന്ന മാർഗമല്ല, നിന്നെ ശപിക്കുന്ന മാർഗമല്ല, നിന്നെ ബന്ധിക്കുന്ന മാർഗമല്ല. ഇത് രക്ഷയുടെ മാർഗമാണ്. അനേകർ പ്രാർത്ഥിച്ച് ബന്ധിക്കുമ്പോൾ, അനേകർ പ്രാർത്ഥിച്ച് ശപിക്കുന്ന ഈ കാലയളവിനകത്ത് പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവിന്റെ വചനം, കർത്താവിന്റെ ക്രൂശും ഒരുത്തനെ ബന്ധിക്കാനുള്ളതല്ല, ഒരുത്തനെ ശപിക്കാനുള്ളതല്ല, ആരെയും രോഗിയാക്കാനുള്ളതുമല്ല, അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗമാണ്. ആരാണോ അവന്റെ ക്രൂശിൽ വിശ്വസിക്കുന്നത്, ആരാണോ യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നത്, അപ്പോഴാണ് ആ രക്ഷ വെളിപ്പെടുന്നത്. എന്താ രക്ഷ? ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഹാവ് രക്ഷപ്പെട്ടു. എന്തോ രക്ഷപ്പെട്ടു? എക്സാമിൽ നിന്ന് രക്ഷപ്പെട്ടു, ഹാവ് രക്ഷപ്പെട്ടു, ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത് ലോകത്തിന്റെ പദമാണ്. രക്ഷ, രക്ഷപ്പെട്ടു. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ആത്മീയന്റെ പദമാണ്. അതൊരു ആത്മതലമാണ് രക്ഷിക്കപ്പെടുന്നത്. എന്താ സത്യത്തിലുള്ള ആത്മതലത്തിലെ രക്ഷ എന്ന് പറയുന്നത്? എന്താ ലോകത്തിന്റെ രക്ഷ എന്ന് പറയുന്നത്? അപകടത്തിൽ നിന്ന്, പരീക്ഷകളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്കും എങ്ങനെയോ അവൻ തട്ടിമാറുന്നതാണ് രക്ഷ എന്ന് ലോകം പറയും. ഓ ഭാഗ്യവാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഒരു ആത്മീയനെ സംബന്ധിച്ച് എന്താണ് രക്ഷ? ആത്മീയനെ സംബന്ധിച്ച് എന്താണ് രക്ഷ? ലോകക്കാരെ സംബന്ധിച്ച് ഭാഗ്യം എന്ന് പറയുന്നത് കോടികൾ സമ്പത്തുള്ളവനായിരിക്കാം ഭാഗ്യവാൻ. പക്ഷെ തിരുവചനത്തിൽ പറയുന്ന ഭാഗ്യാവസ്ഥകൾ അത് വ്യത്യസ്തമാണ്. തിരുവചനത്തിൽ പറയുന്ന ഭാഗ്യാവസ്ഥകൾ ഒന്നാണ് ലഹരി ശ്രമിച്ചു പാവം മറിച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ.
വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. അത് ഭാഗ്യാവസ്ഥയാണ്. അടുത്ത പദം എന്ന് പറയുന്നത് രക്ഷയാണ്. അപ്പൊ ലോകത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് അപകടത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതാണ് ലോകത്തിന്റെ രക്ഷ. എന്നാൽ ദൈവത്തിന്റെ രക്ഷ എന്താണ്? തിരുവചനത്തിനകത്തെ രക്ഷ എന്താണ്? പാപിയായ ഒരു മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അവനെ വിടുവിക്കുന്നതിന്റെ പേരാണ് രക്ഷ എന്ന് പറയുന്നത്. ഈ രക്ഷ എവിടെ നിന്നാണ് വന്നത്? യോനയുടെ പുസ്തകത്തിൽ പറഞ്ഞ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. അതെ, യോനയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യമാണ്. രക്ഷ ദൈവത്തിൽ നിന്നും മാത്രമേ വരികയുള്ളൂ. ഒരു മനുഷ്യനും രക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ പറഞ്ഞ് രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ രക്ഷ എന്ന പദം കാണുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. പുതിയ നിയമസഭ രക്ഷിക്കപ്പെട്ട സഭയാണ്. രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സഭയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടണം. അത് ഒരു സഭയുടെയോ സംഘടനയുടെയോ പ്രമാണമല്ല, അത് തിരുവെഴുത്തിന്റെ പ്രമാണമാണ്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, രക്ഷയെക്കുറിച്ച് പറയുന്നു. തന്റെ ലേഖനങ്ങളെല്ലാം രക്ഷയെക്കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു രക്ഷയെക്കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ പൗലോസിനെയും ശീലാസിനെയും കൊണ്ട് ഇടുമ്പോഴും ആമേൻ സ്തോത്രം, കാരാഗ്രഹ പ്രമാണി ചോദിച്ചൊരു കാര്യമുണ്ട്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒന്ന് തുടങ്ങാം. അതെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ട? രക്ഷ പ്രാപിപ്പാൻ കാരാഗ്രഹ പ്രമാണി ബന്ധനത്തിലാണോ? ഭൗതികമായി അല്ലെങ്കിൽ അക്ഷരികമായി ബന്ധനത്തിലല്ല, ആത്മീകമായി ബന്ധനത്തിലാണ്. രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പൗലോസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏക പദം ഇത്ര മാത്രം: യേശുവിനെ ദൈവമെന്ന് വാഗുകൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒന്ന് വാഗുകൊണ്ട് ഏറ്റുപറയണം, രണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ നിന്റെ രക്ഷ പൂർണ്ണമാക്കും. രക്ഷയ്ക്ക് ത്രികാല അനുഭവങ്ങളുണ്ട്. ഒന്ന് രക്ഷിക്കപ്പെട്ടു, രണ്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, മൂന്ന് രക്ഷിക്കപ്പെടും. എന്താണ് ത്രികാല അനുഭവങ്ങൾ? ഒന്ന് രക്ഷിക്കപ്പെട്ടു. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? യേശു കർത്താവ് ദൈവമെന്ന് വാഗുകൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ഒരിക്കലായി നാം രക്ഷിക്കപ്പെട്ടു. രണ്ട്, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. വാഗ്ദത്തജനമായ ഇസ്രായേൽ ജനത്തിന് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് എത്തിക്കാമെന്ന് മോശ മുഖാന്തരം അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്ത നിമിത്തം ഫറവോനി അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ചുകൊണ്ട് മോശ പുറത്തു വരുമ്പോൾ അത്രയും യാത്ര സുഖകരമല്ലായിരുന്നു. ക്ലേശങ്ങൾ നിറഞ്ഞ യാത്ര. എന്താ ക്ലേശങ്ങൾ നിറഞ്ഞ യാത്ര? ഫ്രണ്ടിൽ ചെങ്കടൽ വെളിപ്പെട്ട നിമിഷങ്ങൾ, രാവും പകലും ഭക്ഷിപ്പാനില്ലാത്ത ദിവസങ്ങൾ, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, കുടിപ്പാൻ വെള്ളമില്ലാത്ത സമയങ്ങൾ, കൈപ്പുള്ള മാറയിൽ നിന്നും വെള്ളമുണ്ടായ സമയങ്ങൾ. അപ്പം ഇതെല്ലാം ദൈവഹിതമുള്ള യാത്രയാണ്. പക്ഷെ ആ ദൈവഹിതമുള്ള യാത്രക്കകത്ത് ഇതെല്ലാം വെളിപ്പെട്ടു. പക്ഷെ ഇതെല്ലാം വെളിപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം വെളിപ്പെട്ടത് ഒരു ഭക്തനെ തകർക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവനെ കനാനിലെത്തിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെയാണ് ഈ മരുഭൂയാത്രയിൽ നാം നേരിടുന്ന സകല പ്രതിസന്ധികളെയും അതിജീവിക്കുമ്പോഴാണ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ കരം വെളിപ്പെടുന്നു. അപ്പം ഒന്ന് രക്ഷിക്കപ്പെട്ടു, രണ്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ദിനംപ്രതി നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും പിശാചിന്റെ പ്രലോഭനങ്ങളെയും ആമേൻ ഓരോന്നായി ജയിക്കുമ്പോഴാണ് നാം ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. മൂന്ന്, നാം രക്ഷിക്കപ്പെടും. അപ്പോഴാണ് നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത്. എപ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്? മണവാളൻ മണവാട്ടിയെ ചേർപ്പാൻ വരുമ്പോൾ, മണവാട്ടിയുമായി മണവാളൻ പറന്നു പോകുമ്പോൾ, അന്ന് നമ്മുടെ രക്ഷ ഉറപ്പിക്കാം. ഇതാണ് രക്ഷയുടെ ത്രികാല അനുഭവങ്ങൾ. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടേ മതിയാകും. അത് വചനത്തിന്റെ വ്യവസ്ഥയാണ്. സഭയുടെയും സംഘടനകളുടെയും വ്യക്തികളുടെയും വ്യവസ്ഥയല്ല, തിരുവചനം പറയുന്നതാണ്. രക്ഷിക്കപ്പെട്ടേ മതിയാകും. രക്ഷ എവിടെ നിന്ന് വരുന്നു? യഹോവയായ ദൈവത്തിൽ നിന്ന് വരുന്നു. പുതിയ നിയമം പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശിൽ നിന്നും രക്ഷ വരുന്നു. എന്തിനാണ് യേശു ക്രിസ്തു ഒന്നാമത് വന്നത്? യേശു ക്രിസ്തു ഒന്നാമത് വന്നത് പാപിയുടെ പാപത്തെ കഴുകിക്കളഞ്ഞുകൊണ്ട്, പാപിയെ സ്നേഹിച്ചു, പാപത്തെ വെറുത്ത് പാപത്തിൽ നിന്നും ജനത്തെ വിടുവിപ്പാനാണ്. രണ്ടാമത് യേശു ക്രിസ്തു വീണ്ടും വരും.
എന്തിനാണ് വീണ്ടും വരുന്നത്? പാപിയെ തള്ളിക്കളഞ്ഞ് വിശുദ്ധന്മാരെ ചേർപ്പാൻ, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ താൻ ഇരിക്കുന്ന ഇടത്തേക്ക് അവൻ കൊണ്ടുപോകുവാനാണ് രണ്ടാമത് വരുന്നത്. അപ്പൊ ആദ്യം വന്നത് പാപിയുടെ പാപത്തിന്റെ കറയെ കഴുകിക്കളവാൻ, പാപത്തെ വെറുക്കാൻ, പാപിയെ സ്നേഹിച്ച് പാപത്തിനൊരു പരിഹാരം വരുത്തുവാൻ, ഏതനിൽ നഷ്ടപ്പെടുത്തിയതിനെ ഇവിടെ തിരികെ പ്രാപിപ്പാനാണ് പുത്രൻ വന്നത്. ഇതാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷ ഇവിടെയാണ് ആരംഭിക്കുന്നത്. പ്രിയരെ, രക്ഷ ക്രൂശിലൂടെയാണ് സംഭവിക്കുന്നത്. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരുവൻ പരിത്രാണയാഗമായി തീർന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതെ, അവരിൽ പാപമൊന്നുമില്ല. ലോകത്തിന്റെ പാപത്തെ മുഴുവനും ചുമന്നൊഴിച്ചത് അവന്റെ മേലിലൂടെയാണ്, ക്രൂശിന്റെ മേൽ ചൊരിഞ്ഞൊഴിച്ചത്. അതുകൊണ്ട് അവൻ മറന്നു പോകരുത്, രക്ഷ യേശുവിലൂടെ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്, നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു തകർക്കപ്പെട്ടത്, നിങ്ങൾക്ക് വേണ്ടിയാണ് അവന്റെ പുറം ഉഴുവിച്ചാൽ പോലെ നീളത്തിൽ കയറിയത്, അവന്റെ മുഖം കണ്ടാൽ ആളറിയാത്ത വിധത്തിൽ വിരൂപമാക്കപ്പെട്ടത്, ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അടിച്ച് തകർത്തത് നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിന്? നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി, നിങ്ങൾ കൈവിടപ്പെട്ടു പോകാൻ വേണ്ടിയല്ല, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി. അപ്പൊ രക്ഷ പ്രാധാന്യമാണ്. അവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് രക്ഷയുടെ മാർഗമാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത് രക്ഷയുടെ മാർഗമാണ്. ക്രൂശ് എന്ന് പറയുന്നത് രക്ഷയുടെ മാർഗമാണ്. ഒറ്റ പദം കൂടെ പറഞ്ഞു നിർത്താം. റോമാലേഖനം 6:14 വാക്യം വായിച്ചു വേഗം. റോമാലേഖനം 6:14 വാക്യം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ. കണ്ടോ, റോമർ 6:14 പറയുന്നു, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനർ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ന്യായപ്രമാണം യോഹന്നാൻ മുഖാന്തരം നിന്നു, യേശു മുഖാന്തരം കൃപയും സത്യവും വെളിപ്പെട്ടു. അതുകൊണ്ടാണ് അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. അപ്പം നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനർ. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. അതെ, ന്യായപ്രമാണത്തിൽ വസിച്ചപ്പോൾ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തി. എന്നാൽ പുത്രനായ ക്രിസ്തുവിലൂടെ ആമേൻ രക്ഷാകരമായ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടപ്പോൾ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല എന്ന് പറഞ്ഞാൽ ഇത് കൃപയുടെ മാർഗമാണ്. കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. കൃപ ആമേൻ അർഹിക്കാത്ത ദാനമാണ്. ദൈവത്തിന്റെ കൃപ ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുന്നിടത്ത്, ഒരു ആമേൻ സ്തോത്രം, ഒരു ആമേൻ യോഗ്യതയും ഇല്ലാതിരിക്കുന്നിടത്ത്, ഒരു പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ലാതെ ഇരിക്കുന്നിടത്ത് അവൻ നമ്മുടെ മേൽ ചൊരിയപ്പെട്ടതിന്റെ പേരാണ് കൃപ എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ കൃപ എന്ന് പറയുമ്പോൾ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, പാപം ചെയ്തുകൊണ്ട് ജീവിക്കാം എന്നുള്ളതല്ല. കൃപാമാർഗം എന്ന് പറയുന്നത് ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട മാർഗമാണ്. ഇത് കൃപയുടെ മാർഗമാണ്. ക്രിസ്തുവിന്റെ ക്രൂശ് യഥാർത്ഥത്തിൽ ഗ്രേസ് ആണ്. അതെ അതെ അതെ, ഗ്രേസ് ആണ്. ഈ കൃപയാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്, ശരീരത്തിൽ ശൂലം ഉണ്ടായിട്ട് മാറിപ്പോകാൻ ആമേൻ അധികം നാളുകൾ പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടായില്ല. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി. എന്റെ ക്രൂശ് നിനക്ക് മതി. അത് നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ്. നിന്റെ ബലഹീനതകളെ മാറ്റുവാൻ എന്റെ ക്രൂശിന് കഴിയും. ഞാൻ അനുഭവിച്ച കഷ്ടതയ്ക്ക് കഴിയും. ക്രൂശിൽ ഞാൻ എന്ത് ചൊരിഞ്ഞോ ആ രക്തത്താൽ നിനക്കൊരു വിടുതലുണ്ടാകും. അതുകൊണ്ട് മറന്നുപോകരുത്, ക്രിസ്തുവിന്റെ ക്രൂശ് നിങ്ങളെ കഴുകുന്നതാണ്. അതാണ് ആദ്യം വായിച്ച കൊലോസ്യ ലേഖനം 1:20 വാക്യത്തിൽ നാം വായിച്ചു. അതെ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം നമുക്ക് സമാധാനം ഉണ്ടാക്കി. ഒന്ന്, ക്രൂശ് സമാധാനത്തിന്റെ മാർഗമാണ്. 2, കഷ്ടതയുടെ മാർഗമാണ്. 3, ഇത് വീണ്ടെടുപ്പിന്റെ മാർഗമാണ്. 4, ഇത് സ്വാതന്ത്ര്യത്തിന്റെ മാർഗമാണ്. 5, ഇത് രക്ഷയുടെ മാർഗമാണ്. 6, ഇത് കൃപയുടെ മാർഗമാണ്. ഹല്ലേലൂയ. ദൈവം ആമേൻ നോഹയോട് ഗോപുരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ കൽപ്പിച്ചു. എല്ലാത്തിനെയും പെട്ടകത്തിനകത്തേക്ക് കയറ്റുവാൻ ദൈവം ആവശ്യപ്പെടുന്ന നോഹയുടെ
വചനം ആരും കേട്ടില്ല. നോഹ എല്ലാവരും തിരസ്കരിച്ചു. എന്നാൽ നോഹയുടെ കുടുംബവും പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെട്ടു. പ്രിയരെ, ഇതുപോലാണ് ഇന്ന് പകൽ കൃപയുടെ പെട്ടകം റെഡിയായിരിക്കുകയാ. കൃപയുടെ പെട്ടകം റെഡിയായിരിക്കുകയാ. തെരുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയും, മറ്റൊരുത്തലിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല എന്ന് വിളിച്ചു പറയുമ്പോൾ പൊട്ടനാ വട്ടാന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ പറയുന്നവർ അവിടെ നിന്ന് പറഞ്ഞോട്ടെ, ഇത് രക്ഷയുടെ മാർഗമാ. ഏതെങ്കിലും ഒരുവൻ അവൻ പാപവഴികളെ ഉപേക്ഷിച്ചുകൊണ്ട്, പാപത്തിന്റെ മാർഗങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരുവൻ കൃപയുടെ പെട്ടകത്തിനകത്ത് കയറിയാൽ അവൻ രക്ഷപ്പെട്ടു, അവന്റെ കുടുംബം രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം. പൗലോസേ, ശീലോസേ, നിന്നെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ടത് കഷ്ടതയ്ക്ക് വേണ്ടിയല്ല, ഒരുത്തനെ പുറത്തെടുക്കാനാ. എനിക്ക് ആവശ്യമുള്ള ഒരുവനെ പുറത്തെടുക്കാൻ വേണ്ടിയാ. ഇന്ന് പകൽ ചെല്ലോട് ദൈവത്തിന് ദൂതുണ്ട്. നിങ്ങളുടെ കഷ്ടത അത് തകർത്ത് കളയാനല്ല, നിങ്ങളുടെ കഷ്ടതയുടെ മധ്യത്തിൽ നിങ്ങളിലൂടെ ദൈവത്തിന് ജനതയെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയുണ്ട്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം.